മക്കളെ, എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ബച്ചേ കാംപർ ജാ രഹേ ഹേ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഗുഡ്ലൈ തോ പരായി ഹേ. അപ്പൊ നമ്മൾ ബച്ചേ കാംപർ ജാ രഹേ ഹേ എന്നുള്ള കവിത നമ്മൾ ഇന്ന് നോക്കും മക്കളെ. ബച്ചേ കാംപർ ജാ രഹേ എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നത് രാജേഷ് ജോഷി എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇത് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായും നമ്മളെ കവിത കാണുന്നത് 2 പേജിലാണ്. കുട്ടികൾ പണിയായുധങ്ങളൊക്കെ തലയിൽ വെച്ച് പോകുന്നു, പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ 2 പേജുകളിലായിട്ടാണ് കവിത കിടക്കുന്നത്. നമുക്ക് ഇന്ന് ഈ പാഠം ഒന്ന് ചർച്ച ചെയ്യാം. നോക്കൂ മക്കളെ, ആദ്യത്തെ വരി നമുക്ക് ഈ പാരഗ്രാഫിലുള്ള വരികളാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, കോഹരേസെ ടങ്കി സടക് പർ ബച്ചേ കാംപർ ജാ രഹേ ഹേ. കോഹരേസെ മൂടൽ മഞ്ഞുകൊണ്ട്, ടങ്കി മൂടിയ, സടക്ക് പർ റോഡിലൂടെ, ബച്ചേ കുട്ടികൾ, കാംപർ ജാ രഹേ ജോലിക്കായി പോകുന്നു. എപ്പോൾ? സുബഹ്. സുബഹ് സുബഹ് എന്ന് പറഞ്ഞ രാവിലെ, വീണ്ടും സുബഹ് എന്ന് പറഞ്ഞ രാവിലെ. അതിന്റെ അർത്ഥം അതിരാവിലെ മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയ റോഡിലൂടെ കുട്ടികൾ ജോലിക്ക് പോകുന്നു. അതിരാവിലെ ബച്ചേ കാംപർ ജാ രഹേ, കുട്ടികൾ ജോലിക്ക് പോകുന്നു. ഹമാരേ സമയ്ക്ക്, നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ സബ്സെ ഭയാനക്, ഏറ്റവും ഭീകരമായ പങ്ക്തി ഹേ യഹ്, വരിയാണിത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരമായ ഒരു വരിയത്, പേടിപ്പെടുത്തുന്ന വരിയത് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ കുട്ടികൾ ജോലിക്ക് പോകുന്നു എന്നുള്ളതാണ്. ഭയാനക് ഹേ, ഭീകരമാണ്. ഇസേ, ഇതിനെ വിവരൺ കി തരക്, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, ലിഖാ ജാന, എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ജോലിക്ക് നമ്മുടെ രാജ്യത്ത് പോവേണ്ടി വരുന്നു എന്നും എഴുതേണ്ടി വരുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ അത് അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ലിഖാ ജാന ചാഹിയേ, അതുകൊണ്ട് നമ്മൾ എഴുതണം. ഇസേ, ഇതിനെ സവാൽ കി തരക്, ഇതിനെ ചോദ്യമായിട്ടാണ് എഴുതേണ്ടത്, വിവരണമായിട്ടല്ല, ചോദ്യമായിട്ടാണ്. ആ ചോദ്യം ചെല്ലേണ്ടുന്ന സ്ഥലങ്ങളിൽ പോയി കൊള്ളുക തന്നെ വേണം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കുട്ടികൾ ജോലിക്ക് പോകുന്നു എന്നുള്ളത് വളരെ ഭീകരമായ ഒരു വരിയാണ്. അതിനേക്കാൾ ഭീകരമാണ് ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ, എന്തുകൊണ്ട് ജോലിക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത് വിവരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ ചോദ്യങ്ങളാക്കി എഴുതുകയാണ് വേണ്ടത്. എങ്ങനെ? കാംപർ ക്യോൻ ജാ രഹേ ബച്ചേ, കാംപർ ക്യോൻ ജാ രഹേ ബച്ചേ. നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് ബച്ചേ കാംപർ ജാ രഹേ ഹേ, കുട്ടികൾ ജോലിക്ക് പോകുന്നു. അതൊരു നമ്മളെ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിക്കുന്നൊന്നുമില്ല. ഓക്കെ, എന്നാൽ കാംപർ ക്യോൻ ജാ രഹേ ബച്ചേ, ജോലിക്ക് എന്തുകൊണ്ട് പോവേണ്ടി വരുന്നു കുട്ടികൾക്ക് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റാനും, എല്ലാവർക്കും ഭക്ഷണവും, എല്ലാവർക്കും വസ്ത്രവും, എല്ലാവർക്കും പാർപ്പിടവും, എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതിന് വേണ്ടി നമ്മൾ ആ ചോദ്യങ്ങൾ തൊടുത്തു വിടേണ്ടിയിരിക്കുന്നു എന്നാണ് കവിയുടെ അഭിപ്രായം. ചുട്ടുപൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ഇദ്ദേഹം കവിതകളാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരിക്കലും സാങ്കല്പിക ലോകത്ത് ഭാവന ഇരുന്നുകൊണ്ടല്ല ഇദ്ദേഹം നമ്മുടെ രാജേഷ് ജോഷി എന്ന് പറയുന്ന മഹാനായ സാഹിത്യകാരൻ കവിതകൾ എഴുതാൻ വേണ്ടി വിഷയങ്ങളെ കണ്ടെത്തിയിരുന്നത്. എന്നിട്ട് നോക്കൂ, അടുത്ത വരിയിൽ പറയുന്നു, ക്യാ അന്തരീക്ഷമേ ഗിർഗൈ സാരി ഗേന്ദയും. അദ്ദേഹം ചോദിക്കുകയാണ്, ചോദ്യമാക്കിയിട്ട്, കുട്ടികൾ ജോലിക്ക് പോകുന്നത് ക്യാ, എന്താ അന്തരീക്ഷമേ, അന്തരീക്ഷത്തിൽ ഗിർഗൈ, വീണുപോയോ, സാരി ഗേന്ദേ, മുഴുവൻ പന്തുകളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്ത രൂപത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ട്, പന്തുകളില്ലാത്തത് കൊണ്ടാണോ കുട്ടികൾ ജോലിക്ക് പോകുന്നത്? ബോറടിച്ചിട്ട് ജോലിക്ക് പോവാണോ? ക്യാ ദീമകോനെ കാലിയാ ഹേ, ക്യാ ദീമകോനെ, ദീമക് ചിതലുകൾ തിന്നു കഴിഞ്ഞതാണോ? സാരി മുഴുവൻ രംഗ് ബിരംഗി കിതാബോം കോ, പല വർണ്ണങ്ങളിലുള്ള കുട്ടികളുടെ പുസ്തകങ്ങളെല്ലാം തന്നെ ചിതലുകൾ തിന്നു തീർത്തതിന് ശേഷം കുട്ടികൾക്ക് വരയ്ക്കാനും വായിക്കുവാനും കളർ പുസ്തകങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ബോറടിച്ചിട്ട് ജോലിക്ക് പോവുകയാണോ? ക്യാ, എന്താ, കാലെ കറുത്ത പഹാടിക്ക്, പർവ്വതത്തിന്റെ നീച്ചെ താഴെ, ദബ്ഗെ കുടുങ്ങിപ്പോയോ, സാരെ ഖിലൗനെ, മുഴുവൻ കളിപ്പാട്ടങ്ങളും മലയിടിഞ്ഞു വീണിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് ഒരു കളിപ്പാട്ടം പോലും കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട് ബോറടിച്ചിട്ട് ജോലിക്ക് പോവുകയാണോ? പിന്നെയോ, ക്യാ കിസി ഭൂകമ്പമേ, എന്താ, ഏതെങ്കിലും ഭൂകമ്പത്തിൽ, ഢഗ് ഗൈ, കീഴ്മേൽ മറഞ്ഞുപോയോ, സാരേ മദ്രസോം കി, സാരേ മുഴുവൻ മദ്രസോം കി, വിദ്യാലയങ്ങളുടെയും ഇമാരത്തുകൾ, കെട്ടിടങ്ങൾ, എല്ലാ വിദ്യാലയങ്ങളും ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞു പോയത് കൊണ്ട് പോകുവാൻ വിദ്യാലയങ്ങളില്ലാത്തതിന്റെ പേരിൽ മക്കൾ ജോലിക്ക് പോവുകയാണോ എന്ന് കവി ചോദിക്കുന്നു. എന്നിട്ടോ, ക്യാ സാരേ മൈതാൻ, എന്താ മുഴുവൻ മൈതാനവും, സാരേ ബഗീച്ചെ, മുഴുവൻ പൂന്തോട്ടവും, ഓർ ഗരോം കെ ആംഗൻ, എല്ലാ വീടുകളുടെയും മുറ്റവും, ഖത്മ് ഹോ ഗേ, ഇല്ലാതായോ, ഏകായക്ക്, പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മുടെ മുഴുവൻ മൈതാനങ്ങളും പൂന്തോട്ടങ്ങളും വീടിന്റെ മുറ്റങ്ങളും ഒറ്റയടിക്ക് ഇല്ലാതായത് കൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുട്ടികൾ ജോലിക്ക് പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ
തോ ഫിർ ബച്ചാഹി ക്യാ ഹെ, അങ്ങനെയാണെങ്കിൽ ലോകത്ത് പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമോ? ഇസ് ദുനിയാമി, ഈ ലോകത്തിൽ ഇതൊക്കെ ഇല്ലാണ്ടായിട്ട് ബാക്കിയുള്ളത് മാത്രം ബാക്കി ഉണ്ടാകുമോ? ഇല്ലല്ലോ. കിത്തന ഭയാനക് ഹോത്ത അഗർ ഐസ ഹോത്ത, എത്ര ഭീകരമാകും അങ്ങനെയാണെങ്കിൽ. ഭയാനക് ഹേ, ഭീകരമാണ് എന്നെ സംബന്ധിച്ചോളം കവി പറയുന്നു. ലേക്കിൻ എന്നാൽ ഇസ്സേ ബി ജ്യാദാ ഹേ, ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇതാണ് ഭീകരം. കി എന്നാൽ സാരി ചീസയും, എല്ലാ സംഭവങ്ങളും ഹസ്തമാമൂൽഹെ ആവർത്തിക്കപ്പെടുകയാണ്, തുടരുകയാണ്, ഇനി ഒരിക്കലും അവസാനിക്കാൻ പോകുന്ന ലക്ഷണം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നെ അതിനേക്കാൾ ഭീകരമായി ചിന്തിപ്പിക്കുന്നത്, ഭീകരമായ വിഷയമായി എനിക്ക് തോന്നുന്ന. നമ്മുടെ രാജ്യത്ത് കുട്ടികൾ ജോലിക്ക് പോകുന്നു, അത് ഭീകരമായ ഒരു പ്രശ്നമാണ്. എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് എന്തുകൊണ്ട് ഇവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ഒന്നും കാരണങ്ങളല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് എന്തുകൊണ്ട് പോകേണ്ടി വരുന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തൊടുത്തു വിടേണ്ടത് എന്നാണ് കവി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഓരോ സംഭവത്തിന് ശേഷം ഇക്കാരണങ്ങൾ കൊണ്ടാണോ കുട്ടികൾ ജോലിക്ക് പോകേണ്ടത് ചോദിക്കുന്നു. അല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇതൊന്നും അല്ല കാരണം. എന്നിട്ടോ അവസാനം കവി തന്നെ പറയുന്നു, ഇതൊന്നും അടുത്ത കാലത്തൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഹസ്തമാമൂൽഹെ പരമ്പരാഗതമായി തുടർന്നു, ഇനിയും തുടർന്നു പോകുമെന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു എന്ന് കവി പറയുന്നു. ഓക്കെ, കവി അവസാനിപ്പിക്കുകയാണ്. പർ എന്നാൽ ദുനിയാക്കി അസാരവും സടക്കവും സി, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സടക്കവും സെ റോഡുകളിലൂടെ ഗുജർത്ത് ഹി കടന്നു പോകുന്നു. ബച്ചെ കുട്ടികൾ, ബോത്ത് ചോട്ടെ ചോട്ടെ ബച്ച്, ഒരുപാട് കുഞ്ഞു കുട്ടികൾ. കാംപർ ജാരഹെ, ജോലിക്ക് പോകുന്നു. പാലവേല നടക്കുന്നു. അവർ ജോലിക്ക് പോകുന്നത് മറിച്ച് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുകുട്ടികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലും നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ഇന്ത്യ എന്ന രാജ്യത്തും ഒരുപാട് ലോകരാജ്യങ്ങളിലും ഒരുപാട് കുഞ്ഞുങ്ങൾ, പഠിക്കേണ്ട കുട്ടികൾ, കളിക്കേണ്ട കുട്ടികൾ, പോഷകാഹാരം കിട്ടേണ്ട കുട്ടികൾ, സംരക്ഷണവും തണലും ലഭിക്കേണ്ട കുട്ടികൾ, വൈറ്റമിൻ ഫുഡുകൾ കഴിക്കേണ്ട കുട്ടികൾ, അതൊന്നുമില്ലാതെ തെരുവിലൂടെ അലഞ്ഞ് എവിടെയോ കിടന്നുറങ്ങി, എവിടെന്നോ എഴുന്നേറ്റ് എങ്ങോട്ടോ പോയി എന്തെന്നറിയാതെ എന്തൊക്കെയോ വാരി തിന്ന് അവർ ജോലിക്ക് പോകുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ്, ലോകത്തിന്റെ ഭീകരമായ അവസ്ഥയാണ്. ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്നത് ഇതൊന്നും അടുത്ത കാലത്തൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് കവി ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ അർത്ഥം. ഈ പാഠത്തിന്റെ അർത്ഥമാണ് മക്കളെ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ്, പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തോ എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.